കേരളം കടുത്ത വേനൽ ചൂടിന്റെ പിടിയിൽ അമർന്നിരിക്കുമ്പോഴാണ് ആശ്വാസമായി മഴയെത്തുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട രീതിയിൽ ലഭിക്കുന്ന മഴ ചൂടിന് നേരെ ശമനം നൽകുന്നുണ്ടെങ്കിലും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ മഴയുടെ തീവ്രത വർദ്ധിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മെയ് 1 മുതൽ മെയ് 5 വരെയുള്ള കാലയളവിൽ കേരളത്തിൽ പരക്കെ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ മഴയുടെ സ്വഭാവത്തെക്കുറിച്ച് നാം പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ചും കൃത്യമായ ധാരണയുണ്ടായിരിക്കണം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ പ്രവചന പ്രകാരം കേരളത്തിലെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. യെല്ലോ അലർട്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ്. ഇത് ഒറ്റപ്പെട്ട ശക്തമായ മഴയുടെ ഗണത്തിൽപ്പെടുന്നു. ഇന്ന് സംസ്ഥാനത്തെ 8 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ സജീവമാകുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിലെ മുന്നറിയിപ്പും പ്രധാനമാണ്. മെയ് 3 തെക്കൻ കേരളത്തിൽ മഴ ശക്തമാകും. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുമുണ്ട്. മെയ് 4 ഇടുക്കി, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. മെയ് 5 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട്. വേനൽ മഴയോടൊപ്പം എത്തുന്ന ഇടിമിന്നൽ അതീവ അപകടകാരിയാണ്. സാധാരണ മഴയേക്കാൾ ഉപരിയായി വേനൽക്കാലത്തുണ്ടാകുന്ന ഇടിമിന്നലുകൾ മനുഷ്യജീവനും സ്വത്തിനും വലിയ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കാറുമുണ്ട്. വൈദ്യുതി പ്രവാഹം വളരെ കൂടുതലായതിനാൽ നേരിട്ട് മിന്നലേൽക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് മിന്നലേറ്റ വസ്തുക്കളിൽ നിന്നുള്ള വൈദ്യുതാഘാതവും. അതിനാൽ കാർമേഘങ്ങൾ കണ്ട് തുടങ്ങുമ്പോൾ തന്നെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഇടിമിന്നൽ എല്ലായ്പ്പോഴും ദൃശ്യമാകണമെന്നില്ല. അതിനാൽ ഇടിമുഴക്കങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മുൻകരുതലുകൾ സ്വീകരിക്കണം. ഇടിമിന്നൽ സമയത്ത് സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിൽ കഴിയുന്നതാണ് ഏറ്റവും ഉചിതം. എങ്കിലും കെട്ടിടത്തിനകത്തും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാറ്റും മഴയും തുടങ്ങുമ്പോൾ തന്നെ ജനലുകളും വാതിലുകളും അടച്ചിടുക. ജനലുകൾക്ക് സമീപം നിൽക്കുന്നതും ഒഴിവാക്കണം. ലോക ഫ്രെയിമുകളുള്ള ജനലുകൾ വഴി വൈദ്യുതി പ്രവഹിക്കാൻ സാധ്യതയുണ്ട്. ഇടിമിന്നൽ സമയത്ത് ടെലിവിഷൻ, ഫ്രിഡ്ജ്, കമ്പ്യൂട്ടർ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. കേവലം സ്വിച്ച് ഓഫ് ചെയ്താൽ മാത്രം പോരാ, പ്ലഗ് സോക്കറ്റിൽ നിന്നും വേർപെടുത്തണം. ഇത് ഹൈ വോൾട്ടേജ് മൂലമുള്ള ഉപകരണങ്ങളുടെ നാശനഷ്ടം ഒഴിവാക്കും. ഇടിമിന്നൽ ഉള്ളപ്പോൾ ലാൻഡ് ലൈൻ ഫോണുകൾ ഉപയോഗിക്കുന്നത് അപകടകരമാണ്. വയറുകൾ വഴി വൈദ്യുതി വീട്ടിലെത്താനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് സുരക്ഷിതമാണ്. മിന്നലുള്ള സമയത്ത് കുളിക്കുന്നതും ഒഴിവാക്കണം. പൈപ്പിലൂടെ വൈദ്യുതി സഞ്ചരിക്കാൻ സാധ്യതയുള്ളതിനാൽ ടാപ്പുകളിൽ നിന്നും വെള്ളം ശേഖരിക്കുന്നതും അപകടകരമാണ്. കെട്ടിടത്തിനകത്ത് കഴിയുമ്പോൾ പരമാവധി ഭിത്തികളിലോ നിലത്തോ നേരിട്ട് സ്പർശിക്കുന്നതും ഒഴിവാക്കുക. വൈദ്യുതി പ്രവാഹം തറയിലൂടെയോ ഭിത്തിയിലൂടെയോ പടരാൻ സാധ്യതയുണ്ട്. പുറത്തായിരിക്കുമ്പോൾ നിരവധി കാര്യങ്ങളും ശ്രദ്ധിക്കണം. നിങ്ങൾ വീടിന് പുറത്താണെങ്കിൽ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ കൂടുതൽ ജാഗ്രത ആവശ്യമാണ്. ഇടിമിന്നൽ സമയത്ത് ഒരിക്കലും മരച്ചുവട്ടിൽ അഭയം തേടരുത്. ഉയരമുള്ള വസ്തുക്കളിലേക്കാണ് മിന്നൽ ആദ്യം പതിക്കുക. മരങ്ങളിൽ മിന്നലേറ്റാൽ അത് താഴെ നിൽക്കുന്നവരിലേക്ക് പടരാനും മരച്ചില്ലകൾ ഒടിഞ്ഞു വീഴാനും സാധ്യതയുണ്ട്. മൈതാനങ്ങൾ, ടെറസ്, കുന്നിൻ മുകൾ എന്നിവിടങ്ങളിൽ നിൽക്കുന്നതും ഒഴിവാക്കുക. കുട്ടികൾ പുറത്ത് കളിക്കുന്നത് ഉടൻ തന്നെ അവസാനിപ്പിച്ച് വീട്ടിനുള്ളിലേക്കും കയറ്റണം. കാർ, ബസ് തുടങ്ങിയ അടച്ചുറപ്പുള്ള വാഹനങ്ങൾക്കുള്ളിൽ ഇരിക്കുന്നത് സുരക്ഷിതമാണ്. എന്നാൽ സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയവയിലുള്ള യാത്ര ഒഴിവാക്കണം. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യരുത്. ഇടിമിന്നൽ സമയത്ത് കുളങ്ങളിൽ കുളിക്കുന്നതും മീൻ പിടിക്കുന്നതും ബോട്ടിങ്ങും പൂർണ്ണമായും ഒഴിവാക്കണം. വെള്ളം വൈദ്യുതിയുടെ ചാലകമായതിനാൽ ജലാശയങ്ങളിൽ മിന്നൽ പതിക്കുന്നത് വലിയ അപകടമുണ്ടാക്കും. കടലിൽ പോയിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ കാർമേഘം കണ്ടാൽ ഉടൻ തന്നെ കരയിലേക്ക് തിരിച്ചെത്തണം. വളർത്തുമൃഗങ്ങളും പ്രധാനമാണ്. വളർത്തുമൃഗങ്ങളെ പറമ്പിലോ ടെറസിലോ കെട്ടിയിടരുത്. മിന്നലേൽക്കാൻ സാധ്യതയുള്ളതിനാൽ അവയെ സുരക്ഷിതമായി കൂടുകളിലേക്ക് മാറ്റുക. ലോഹച്ചെങ്ങലകൾ ഒഴിവാക്കി കയറുകൾ ഉപയോഗിക്കുന്നത് അല്പം കൂടി സുരക്ഷിതമാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ വീടിന് പുറത്തുള്ള പാത്രങ്ങൾ, ഷീറ്റുകൾ, മറ്റു വസ്തുക്കൾ എന്നിവ കാറ്റിൽ പറന്നു പോകാത്ത രീതിയിൽ കെട്ടിവെക്കുകയോ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയോ ചെയ്യുക. ഇടിമിന്നലേറ്റ ഒരാളുടെ ശരീരത്തിൽ വൈദ്യുതി പ്രവാഹം നിലനിൽക്കില്ല എന്നത് പ്രധാനപ്പെട്ട അറിവാണ്. അതിനാൽ മിന്നലേറ്റ വ്യക്തിയെ തൊടാനോ പ്രാഥമിക ശുശ്രൂഷ നൽകാനോ ഭയപ്പെടേണ്ടതില്ല. മിന്നലേറ്റ ആദ്യ 30 സെക്കൻഡ് ജീവൻ രക്ഷിക്കാൻ ഏറ്റവും നിർണായകമാണ്. ഉടൻ തന്നെ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുകയും വൈദ്യസഹായം ലഭ്യമാക്കുകയും വേണം. മിന്നലേറ്റ വ്യക്തിക്ക് ആന്തരിക പൊള്ളലുകൾ ഏൽക്കാൻ സാധ്യതയുള്ളതിനാൽ വേഗത്തിലുള്ള ചികിത്സ അത്യാവശ്യമാണ്. വേനൽ മഴയും ഇടിമിന്നലും പ്രകൃതിയുടെ സഹജമായ പ്രവർത്തനങ്ങളുമാണ്. ചൂടിൽ നിന്ന് ആശ്വാസം
ലഭിക്കുമെങ്കിലും ഇത് ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. കാലാവസ്ഥാ വകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നത് വഴി വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. ജാഗ്രത പാലിക്കുക, സുരക്ഷിതരാകുക എന്ന സന്ദേശം ഓരോരുത്തരും ഉൾക്കൊള്ളണം. മഴ ആസ്വദിക്കുമ്പോൾ തന്നെ അതിന്റെ പിന്നിലെ അപകടങ്ങളെ തിരിച്ചറിഞ്ഞ് മുൻകരുതലുകൾ എടുക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. വരും ദിവസങ്ങളിൽ മഴ ശക്തിപ്പെടുമെന്നതിനാൽ മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തുകയും സുരക്ഷിത ഇടങ്ങളിൽ കഴിയുകയും ചെയ്യുക.